ഈ ഭാഗത്താണ് ഇനി ഗേഡർ വെക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ മണിക്കൂർ ഇടവിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡേഞ്ചർ വർക്കാണ് കേട്ടോ. വളാഞ്ചേരി ബൈപ്പാസിൽ ഏറ്റവും ഡേഞ്ചർ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹായ് ചെങ്ങായിമാരെ, NH66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ ഡേഞ്ചർ വർക്കാണ് കേട്ടോ. വളാഞ്ചേരി ബൈപ്പാസിൽ ഏറ്റവും ഡേഞ്ചർ വർക്കാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വട്ടപ്പാറ ഭാഗത്ത് ഗാഡർ കയറ്റി വെക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇന്ന് രാവിലെ തന്നെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അത്യാവശ്യം വെയിലൊക്കെ വന്നിട്ടുണ്ട്. 2 ദിവസമായിട്ട് മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ പോകുന്നതാണ്. സമയം 9 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഭാഗത്താണ് ഇന്ന് ഗാഡർ വെക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ജാക്കിയൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഗാഡർ വെച്ചിട്ടുണ്ട്. പൊന്നാറ് ചെങ്ങായിമാരെ, ആ വരണ കേട്ടോ നമ്മളെ മുതൽ 1.5 മുതലാണ് ആ വരണ കേട്ടോ. ചില്ലറ കളിയല്ല. 75 ടണ്ണ് ഭാരമുള്ള പടുകൂറ്റൻ ഗാഡർ വലിച്ചിട്ടാണ് ആ വരണത് കേട്ടോ. ഈ ഭാഗത്ത് അത്യാവശ്യം കയറ്റുള്ള ഒരു റോഡാണ് കേട്ടോ. ഇതിപ്പോൾ KNRCയിൽ തൽക്കാലം ഉണ്ടാക്കിയ റോഡാണ്. അത്യാവശ്യം കയറ്റുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പുറത്തം പോയി കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി ബാക്കിൽ 2 ഇറ്റാച്ചിയാണ് കേട്ടോ. ഏകദേശം 2 കിലോമീറ്ററോളം ദൂരത്തു നിന്നാണ് കേട്ടോ ഈ ഗാഡർ കൊണ്ടുവരുന്നത്. വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ കംപ്ലീറ്റ് ഗാഡർ നിർമ്മിച്ച് കൂട്ടിയിട്ടുള്ളത് കാവുംപുറം പടിഞ്ഞാറക്കര ഭാഗത്താണ് കേട്ടോ. അവിടെ പാടത്താണ് കംപ്ലീറ്റ് ഗാഡർ നിർമ്മിച്ച് വെച്ചിരുന്നത്. അവിടുന്ന് ഇപ്പോൾ ഏറ്റവും റിസ്ക് പിടിച്ച പണി നടക്കുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. വട്ടപ്പാറ അവസാന ഭാഗത്താണ്, വട്ടപ്പാറ വളവിൽ. ഇവിടെയാണ് ഇപ്പോൾ ഏറ്റവും റിസ്ക് ഡേഞ്ചർ വർക്ക് നടക്കുന്നത്. ഏകദേശം 4 കിലോമീറ്ററോളം വരുന്ന വളാഞ്ചേരി ബൈപ്പാസിൽ 2 കിലോമീറ്റർ വയഡക്റ്റ് പാലാണ് വരുന്നത്. ഈ വയഡക്റ്റ് പാലത്തിൽ ഏറ്റവും റിസ്ക് പിടിച്ച വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളാഞ്ചേരി ഓണിയിൽ അണ്ടർപാസിൻ്റെ ഭാഗത്തു നിന്നാണ് വളാഞ്ചേരി ബൈപ്പാസ് ആരംഭിക്കുന്നത്. പിന്നെ അവിടുന്ന് 2 കിലോമീറ്ററോളം മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ബൈപ്പാസ് കടന്നു പോകുന്നത്. പിന്നെ അതിന് ശേഷം അവിടുന്ന് അങ്ങോട്ട് വയഡക്റ്റ് പാലാണ് കേട്ടോ. വയഡക്റ്റ് പാലം വന്ന് അവസാനിക്കുന്ന ഭാഗമാണ് വട്ടപ്പാറ വളവ്. വട്ടപ്പാറ 2ാമത്തെ വളവിലാണ് വയഡക്റ്റ് പാലത്തിൻ്റെ അവസാന ഭാഗം. ഇവിടെയാണ് തകൃതിയായി പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല സ്പീഡാണ് പണിക്ക്. കാരണം 5-6 മാസം കൂടി കഴിഞ്ഞാൽ ഇവരുടെ ഡേറ്റ് അവസാനിക്കുകയാണ്. ഇവർക്ക് അവസാനം കൊടുത്ത ഡേറ്റ് ഇനി വെറും 6-7 മാസം കൂടി ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ 6 വരിപ്പാതയുടെ പണികളൊക്കെ തീർക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എല്ലാ മലയും താണ്ടി നമ്മളെ ഗാഡർ വട്ടപ്പാറ വളവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നിലവിൽ ഹൈവേ ഭാഗത്ത് എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ ഫ്രണ്ട് ഭാഗം തിരിച്ചിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ. അവിടെയാണ് ഗാഡർ വെക്കാനുള്ളത്. അപ്പോൾ നമ്മളെ നിലവിലെ ഹൈവേ 2 ഭാഗത്തും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ. ഡേഞ്ചർ വർക്കാണ് ഇവിടെ നടക്കുന്നതെന്ന്. കാരണം എന്താ വെച്ചാൽ ദേശീയപാത 2 ഭാഗത്തും ഹൈവേ ബ്ലോക്ക് ആക്കിയിട്ടാണ് കേട്ടോ ഈ ഗാഡർ വെക്കുന്നത്. 2-3 ദിവസമായിട്ട് ഇവിടെ ഇതന്നെയാണ് അവസ്ഥ. ഡെയിലി ഒരു 1.5 മണിക്കൂർ ഇടവിട്ടിട്ട് ഓരോ ഗാഡർ കയറ്റുമ്പോഴും വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. 4-5 ദിവസമായിട്ട് ഇതന്നെയാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. ഡെയിലി 1.5 മണിക്കൂർ ഇടവിട്ട് ഇവിടെ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഗാഡർ കയറ്റി വെക്കുന്നത്. കണ്ടോ, ഈ ഗാഡർ ഇനി ഇവിടെ തിരിക്കണം. ഇത് ഈ ഭാഗത്തിട്ട് തിരിക്കാൻ മാത്രമുള്ള ബുദ്ധിമുട്ട് കേട്ടോ. ഇത് തിരിച്ച് നേരെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മുകളിലോട്ട് കയറ്റും. അതിന് എല്ലാവരും സജ്ജമായിട്ട് അവിടെ റെഡിയായി നിൽക്കുകയാണ്. KNRCയിലെ എല്ലാ പണിക്കാരും അവിടെ റെഡിയാണ് കേട്ടോ. ഓരോ പില്ലറിൻ്റെ മുകളിലും ബായിമാർ 5-6 ബായിമാർ റെഡിയാണ്. അതുപോലെ തന്നെ ജാക്കി കംപ്ലീറ്റ് സെറ്റപ്പും ചെയ്ത് റെഡിയായി നിൽക്കുകയാണ്. ഈ സാധനം അവിടെ എത്തിക്കഴിഞ്ഞാൽ ക്രെയിൻ ഉപയോഗിച്ച് പെട്ടെന്ന് പൊക്കും, പെട്ടെന്ന് വെക്കും. പിന്നെ വാഹനങ്ങളെ തുറന്നു വിടും. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഇടവിട്ടിട്ട് തന്നെയാണ് കേട്ടോ പരിപാടി. ഒരു 5-6 ദിവസമായിട്ട്. ഇനി ഏകദേശം ഒരു 2 ആഴ്ച ഇതേമാതിരി തന്നെ ഇക്കാരം ഇവിടുത്തെ അവസ്ഥ. കാരണം എന്താ വെച്ചാൽ ഇനിയും ഉണ്ട്, എൻ്റെ അറിവിൽ ഒരു 5-8 പില്ലർ ഇനിയുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ 10-40 ഗാഡർ വെക്കാൻ ഇനിയും ബാക്കിയാണ് വെക്കാൻ. അപ്പോൾ ഇതേ അവസ്ഥ തന്നെ ഇക്കാരം വരും ദിവസങ്ങളിൽ. ഈ ഗാഡറിൻ്റെ വെയിറ്റ് എത്ര അറിയോ? 75 ടണ്ണാണ് കേട്ടോ. 75 ടണ്ണ് ഭാരമുള്ള ഗാഡറാണിത്. ഇവിടെ ചെറുതായിട്ട് സ്ലോപ്പുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അതാണ് ഇറ്റാച്ചി ബാക്ക് ഭാഗത്ത് കണ്ടില്ല. ഇറ്റാച്ചി നല്ല രീതിയിൽ കൈ വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പുറത്തം വിട്ട് കഴിഞ്ഞാൽ നേരെ അടിഭാഗത്തേക്ക് സ്ലോപ്പിൽ ഇറക്കാണ് കേട്ടോ. നേരെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അടിഭാഗത്ത് കംപ്ലീറ്റ് വാഹനങ്ങൾ ഇങ്ങനെ
ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് പണിക്കാരും ആളുകളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇറ്റാച്ചി നല്ല രീതിയിൽ കൈവച്ച് പതുക്കെ ഇറക്കുള്ളൂ. ടൈം എടുത്തിട്ടാണ് കേട്ടോ താഴത്തേക്ക് ഇറക്കി കൊണ്ടുപോകുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പം തന്നെ ഒരു 1/2 മണിക്കൂറായി ഈ സാധനം മുകളിലെത്തിയിട്ട്. കാരണം എന്താ വെച്ചാൽ പതുക്കെ കൊണ്ടുപോകുള്ളൂ. കാരണം അത്രയും വെയിറ്റുള്ള സാധനം ആയതുകൊണ്ട്. അപ്പം നമ്മൾ യാത്രക്കാരെ ഒന്ന് ക്ഷമിക്കന്നെ പാകുള്ളൂ കേട്ടോ. കാരണം ബ്ലോക്കിൽ പെട്ടാൽ പലർക്കും പല പ്രശ്നങ്ങളുണ്ടാവും. എന്തായാലും വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ കാര്യമായിട്ടുള്ള വർക്കൊക്കെ 1-2 ആഴ്ചയും കൂടി കഴിഞ്ഞാൽ അവസാനിക്കും കേട്ടോ. ഇവിടെ ഒരു 10-40 ഗാർഡറും കൂടി വെക്കാണ്ട് അത് വെച്ചാൽ അതിൻ്റെ മുകളിൽ സ്ലാബിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞാൽ പിന്നെ വയഡക്റ്റ് പാലത്തിൻ്റെ ഏകദേശം 10-60% പണികളും തീർന്നു. പിന്നുള്ള പണികൾ ഫിനിഷിംഗ് വർക്കാണ് കേട്ടോ. അതൊരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഗാർഡറൊക്കെ വെക്കുമ്പോഴേക്കും അതും അവസാനിച്ച് തുടങ്ങും. അപ്പോൾ എന്തായാലും ഒരു 5-6 മാസം കൂടി കഴിഞ്ഞാൽ നമ്മൾ 6 വരിപ്പാത യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഗാർഡർ എല്ലാവരും പാടി സ്വീകരിച്ച് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഭായിമാർ ജാക്കിയൊക്കെ വെച്ച് കട്ടൊക്കെ വെച്ച് ഇവിടെ തടഞ്ഞ് നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ ചങ്ങലൊക്കെ അയക്കാൻ പോവുകയാണ് കേട്ടോ. ചങ്ങലൊക്കെ ഇട്ട് ലോക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആ ചങ്ങലൊക്കെ ഭായിമാർ അയച്ചെടുക്കുകയാണ്. അതിനുശേഷം ക്രെയിനിൻ്റെ കുളത്ത് അതിൽ കമ്പിമ കുളത്താണ്. 2 സൈഡിലും ക്രെയിനിൻ്റെ കമ്പി കുളത്തി പിന്നെയാണ് പൊക്കുക. അപ്പോൾ നമ്മളെ ഗാഡർ ഏകദേശം ഒരു ഹൈറ്റിൽ പൊക്കിയിട്ടുണ്ട്. ഇനി അത് കൊടുന്ന വാഹനങ്ങളൊക്കെ ഇവിടുന്ന് പറഞ്ഞയച്ചതിന് ശേഷമാണ് അത് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അത് കൊടുന്ന വാഹനങ്ങളൊക്കെ ഇവിടുന്ന് പറഞ്ഞയക്കുകയാണ്. അതുപോലെ തന്നെ ഭായിമാരൊക്കെ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടി കയറ്റുകയാണ്. ഇന്ന് വാഹനങ്ങൾ ഇവിടുന്ന് പോയതിന് ശേഷമാണ് ഗാഡർ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ കേട്ടോ. അങ്ങനെ ഗാഡർ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചു. 2 സൈഡിലും ബ്ലോക്ക് ഒഴിവാക്കി വാഹനങ്ങളെ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ല് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.